ചെണ്ടുമല്ലിത്തോട്ടം. ഇത് രണ്ടും നമ്മുടെ മിനിസ്റ്റർ സണ്ണി ജോസഫ് സാറ് നട്ടയാണ്. പിന്നെ ഇതിൽ കുറേ മൊട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓണമാകുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഓണത്തിന് നമുക്ക് പൂ പറിക്കണം. എങ്കിലും ഓണത്തിന് പൂ കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. ഇതുണ്ട്, ഇവന്മാരാണ് നമ്മുടെ സ്വത്ത്. ഇവന്മാരാണ് നമ്മുടെ ഇവിടെ എപ്പോഴും കൃഷിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിനും. ഇന്നിപ്പം ഒരു ദിവസം ലീവ് കിട്ടിയോണ്ട് അന്നേരം വീട്ടിലിരിക്കില്ല, നേരെ ഇങ്ങോട്ട് പോകുന്നു. ഇതാ ഇത് ഓണത്തിന് വേണ്ടി കണക്കാക്കി നമ്മൾ നട്ടേക്കുന്ന വെണ്ടയാണ്. ഇതാ വെണ്ടയൊക്കെ പൂത്ത് തുടങ്ങി. ഇതാ അത് പയർ വള്ളിയൊക്കെ കയറി തുടങ്ങി. മൊത്തം കാടാണ്. ഇതാണ് നമ്മൾ ബയോഗ്യാസ് സ്ലറി അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് കാട് നിയന്ത്രിക്കാൻ ഒരു രക്ഷയില്ല. തൊഴുത്തിലെ സ്ലറി അതുപോലെ ഇതിന് അടിച്ചു കൊടുക്കുകയായിരുന്നു. അന്നേരം അതുകൊണ്ടാണ് ഇതൊക്കെ ഇതുപോലെ ആർത്ത് നിൽക്കുന്നത്. അങ്ങോട്ട് പച്ചക്കറിയാണ്, വെണ്ടയാണ്. അതാ അവിടെ കാണുന്ന ആണ് മൊത്തം ചെണ്ടുമല്ലി. നമ്മുടെ ചെണ്ടുമല്ലിപ്പാടം അതാണ്. ഇവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇത് വെച്ചാണ് നടാൻ വേണ്ടി. ഇവിടെ മുഴുവൻ കാടാണ്. അതുകൊണ്ട് ഇത് പറിച്ചാലേ ഓണാകുമ്പോഴത്തേക്ക് ഉഷാറാവുള്ളൂ. അപ്പോൾ നമുക്ക് പറിക്കാം. ഇനിയിപ്പോൾ 20 ദിവസമേ ഉള്ളൂ ഓണത്തിന്. ഓണമാകുമ്പോഴത്തേക്ക് നമുക്ക് വേഗം കാട് പറിച്ച് തീർക്കാം. പരമാവധി നമ്മൾ പണി സ്വന്തമാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇപ്പം ഒന്നാമത് പണിക്ക് ആളെ കിട്ടാനല്ല, രണ്ടാമത് പണിക്കൂലി കൊടുത്ത് നമുക്ക് ഒക്കുകയില്ല. അതിനിപ്പം നമ്മൾ സ്വന്തമായിട്ടാണ് പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലെ പണി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങും. പിന്നെ ഇവർക്ക് ലീവുള്ള ഒരു ദിവസം പോലും ഇവർ വീട്ടിലിരിക്കില്ല. ഇപ്പം മഴക്കാലമായതുകൊണ്ട് കലക്ടർ ഏതായാലും അറിഞ്ഞ് നമുക്ക് ലീവ് തരുന്നുണ്ട്. അതുകൊണ്ട് മക്കളും നമ്മുടെ കൂടെ കൃഷിയിലുണ്ട്. അല്ലെങ്കിൽ പഠിത്തത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാക്കി സമയം പഠിക്കുന്നുമുണ്ട്. എന്തിനാ